എന്തിനായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വന്നത്? അടുത്ത വർഷം ഇലക്ഷനാണ് കേട്ടോ, 2026 ഇവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശിച്ചു എന്ന് കരുതരുത്. വെറും 4 മണിക്കൂറാണ് പ്രധാനമന്ത്രി മണിപ്പൂരിൽ സന്ദർശിച്ചത്. അതോ തലേദിവസം അദ്ദേഹം ഇവിടെ വന്നു, തലേദിവസം വന്ന് തൊട്ടടുത്ത സംസ്ഥാനത്ത് ഒരു വലിയ റെയിൽ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നു. ആ റെയിൽ പ്രോജക്റ്റ് ആ സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽ പദ്ധതിയാണ്. അപ്പോൾ അത് നടത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് മണിപ്പൂരിൽ കൂടെ വരാതിരിക്കും? മിസോറാമിൽ എന്തായാലും വന്നു, അപ്പോൾ പിന്നെ മണിപ്പൂരിൽ വരാതിരിക്കും. ഈ സന്ദർശനങ്ങളൊക്കെ നേരത്തെ ഫിക്സ് ചെയ്യുന്നതാണ്, അല്ലാതെ അപ്പോൾ തീരുമാനിക്കുന്നതല്ല. അപ്പോൾ ഒരു 2 വർഷം മുമ്പേ അങ്ങനെ ഫിക്സ് ചെയ്തത്, ഇപ്പോഴാണോ ഫിക്സ് വരുന്നത്? അല്ല, ഇപ്പോൾ ഈ സംസ്ഥാനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. മിസോറാമിലെയും മണിപ്പൂരിലെയും സന്ദർശനങ്ങൾ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ടോട്ടൽ വിസിറ്റ് ഒന്നിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട്, അല്ലാതെ പെട്ടെന്ന് അപ്പുറത്തേക്ക് കയറി എന്നുള്ള പെട്ടെന്നൊന്നും പറയല്ലേ. ഈ വിസിറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ മണിപ്പൂരിനെ ഒഴിവാക്കാൻ പറ്റില്ല. തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് വന്നിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് പോയാൽ മണിപ്പൂരിനെ മറക്കാൻ പറ്റുമോ? ഇത്രയും കലാപം നടന്നൊരു സ്ഥലത്ത് തൊട്ടടുത്ത അയൽ സംസ്ഥാനത്ത് വന്നിട്ട് വന്നില്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് പ്രധാനമന്ത്രി ഓഫീസ് ഫിക്സ് ചെയ്ത് തന്നെയാണ്, ആ വാക്ക് ഉപയോഗിച്ചതും കറക്റ്റാണ്, ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അപ്പുറത്തൊരു ട്രെയിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ മണിപ്പൂരിൽ വരാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് വന്നിട്ടോ 4 മണിക്കൂർ നിന്നു എന്ന് മാത്രമല്ല, ഒരൊറ്റ ക്യാമ്പിൽ പോലും പോയില്ല അവിടെയുള്ള ആളുകളെ കാണാൻ. ഇൻ്റർവ്യൂ ചെയ്ത് ആളുകളെ സ്ക്രീൻ ചെയ്തിട്ട് കുറച്ച് പേരെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ഒരു നാടകം, ആളുകൾ കരയുന്നു, മോദി തലയിൽ തൊട്ട് ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് അവസാനം മണിപ്പൂരിൽ മണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗും. മണിപ്പൂരിൽ മണിയുണ്ട്, അതുകൊണ്ട് ഭാവിയുടെ മണി കിലുക്കമാണെന്നോ അതോ ഇനി മണി പൈസയുടെ മണിയാണോ എന്നറിയില്ല.